നമ്മളേ നിന്നെ കെട്ടോണ്ട് സമയമില്ല. ഈ പൈനാപ്പിൾ മൊത്തം പഴുത്ത് കിടക്കണല്ലോ പറയാനായിട്ട്. നമ്മളെ ഇതെന്നാ നേരത്തെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞോ? കണ്ടില്ല. ഇന്ന് കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു. അത് ഞാൻ വന്നതെന്നറിയോ, മിക്സിയുമായിട്ട് രണ്ടാമത് ഇവിടെ വന്നായിരുന്നു. മിക്സി കച്ചവടക്കാര് കേട്ടോ. ഞാൻ മേടിച്ച് നല്ല ലാഭമല്ലായിരുന്നോ? എത്ര കൊടുത്തു? 3000 രൂപയുടെ മിക്സിയാ. പക്ഷെ നമ്മൾ ആദ്യം 1500 രൂപ കൊടുത്താൽ മതി. ബാക്കി 1500 രൂപ നമ്മള് 3 കടുക്കളായിട്ട് കൊടുത്താൽ മതി. അയ്യോ അതെ, നമ്മുടെ താഴത്തെ വീട്ടിലെ ആ ശശികലയില്ലേ, അവക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ എന്ത് മേടിച്ചാലും അവളും മേടിക്കുമല്ലോ. അപ്പൊ അവളും വേണോന്ന് പറഞ്ഞു മിക്സിയെ. പക്ഷെ അവരുടെ കയ്യിൽ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളു. അപ്പൊ ഞാൻ മേടിച്ച മിക്സി അവളെ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് അവര് കൊണ്ടുവരിക്കുക. ഇപ്പൊ കൊണ്ടുവരും. എടി, ആ എടപ്പാറ തന്നെയുടെ വീട്ടിൽ ഇതേ മിക്സി അവർ കാണിച്ച് അവർ 2000 രൂപ വാങ്ങിച്ചിട്ട് നിന്നെ കൊണ്ടു കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മിക്സി വാങ്ങിച്ചു. മനസ്സിലായോ? ഇപ്പൊ ആ പെണ്ണോടെ ചങ്കത്ത വെച്ച് കറിയാ അവളെ പറ്റിച്ചു എന്ന് പറഞ്ഞു. അവരുടെ ഫോൺ നമ്പർ എന്റെ ഫോണിലുണ്ട്, ഞാനത് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്ക്. എന്തെങ്കിലും പറയുന്നത്. അയ്യോ, സ്വിച്ച് ഓഫാ. അങ്ങനെയാണ് നിന്നെ പറ്റിച്ചത്. നിന്റെ പൈസ പോയി. നിന്റെ പൈസ പോയി. കാണൂട്ടോ. ഇല്ല പിന്നെ കുഴപ്പമില്ല, നോക്കിയാ റെസ്റ്റ് കഴിഞ്ഞ് ചെയ്തിട്ടാ മതി. പക്ഷെ ശ്യാമളെ ജിൻസി ഇപ്പൊ ഇതിലെങ്ങാനും വരും കേട്ടോ. ഈ മിക്സിയുമായി നാളെ ഇവർ നിങ്ങളുടെ വീട്ടിൽ എത്തിയേക്കാം. സൂക്ഷിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. HAR ഇനി ഈ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നത് നിരവധി തട്ടിപ്പിനിരയായ ഒരു സ്ലിം ബ്യൂട്ടിയാണ്. മാഡം, എങ്ങനെയാണ് ഇത്ര ചെറിയ ശരീരം വെച്ചുകൊണ്ട് ഇത്ര വലിയ തട്ടിപ്പിനിരയായത്? എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, TV-യിൽ കാണുന്ന ഒരു സൈസ് ബെൽറ്റ് ഉണ്ടല്ലോ, ആ ബെൽറ്റ് യൂസ് ചെയ്താൽ മതി, വണ്ണം കുറഞ്ഞോളും. ബെൽറ്റ് വയറിൽ കെട്ടുമ്പോൾ വൈബ്രേറ്റ് ചെയ്ത് വണ്ണം കുറഞ്ഞോളും. ഒരു എക്സസൈസും ചെയ്യേണ്ട, എത്ര ഭക്ഷണം വേണേലും കഴിക്കാം, ബെൽറ്റ് വയറിൽ കെട്ടി ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞാൻ ആ ബെൽറ്റിന് വേണ്ടി 10,000-15,000 രൂപ വീണ്ടും മുടക്കി. എന്നിട്ടും ഒരു ഗുണം ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇത്തിരി കോസ്റ്റ്ലി ആന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാനത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഭക്ഷണം കുറയ്ക്കേണ്ടായിരുന്നു, ഭക്ഷണം എത്ര വേണേലും കഴിക്കായിരുന്നു. എന്നിട്ട് ഞാൻ ആ ക്യാപ്സ്യൂൾ 10,000-50,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. എന്നിട്ടും ഒരു ഗുണം ഉണ്ടായില്ല. അത് സന്തോഷമായല്ലേ? പിന്നീട് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, എക്സസൈസ് ഒന്നും ചെയ്യണ്ട, എക്സസൈസ് ചെയ്യാണ്ട് എൻ്റെ വണ്ണം മാറ്റാം, ഒരു ഓപ്പറേഷൻ ചെയ്താൽ മതി പറഞ്ഞു. ഒരു തരം കൊഴുപ്പ് അപ്പുറത്തുനിന്ന് വലിച്ച് ഇപ്പുറത്തോട്ട് ഇട്ടാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എത്ര ഭക്ഷണം വേണേലും കഴിക്കാമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസൈസ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് എൻ്റെ വണ്ണം ഇരട്ടിക്കുക ചെയ്തത്. അങ്ങനെ അതും പോയി കിട്ടി. നല്ലതാ. അങ്ങനെ 5-8 ലക്ഷം രൂപ എൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെലവായി. എന്നിട്ടും എൻ്റെ വണ്ണം ഇതുവരെ കുറഞ്ഞില്ല. എൻ്റെ പൊന്ന് പിങ്കിമോളെ, കണ്ടവന്മാര് പറയുന്നത് കേട്ട അതിന്റെ പുറകെ ഓടാതെ ദിവസവും ഒരു 10 മിനിറ്റ് ഓടിയിരുന്നെങ്കിൽ തന്നെ കുറയില്ലായിരുന്നു ഈ വണ്ണം. അതങ്ങനെ ചെയ്യില്ലല്ലോ. ചുളിവിന് വണ്ണം കുറയ്ക്കാൻ നടക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ പലരും പറ്റിക്കും, കാശും പോകും. ദിവസവും ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ തന്നെ ഈ വണ്ണം പൊക്കോളും. അതോടൊപ്പം തീറ്റാൻ കുറയ്ക്കണം. ഇത്രയും തട്ടിപ്പ് കണ്ട നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഹൈടെക് തട്ടിപ്പ് കൂടി തിരികെ കയറ്റുന്നു. എടി, ആ തേപ്പൂട്ടി കുത്തിയിട്ടാ കേട്ടോ. ആ നൂരിരണേ. ആകെ 4-3 ഷർട്ടും ഉണ്ട് മൊത്തം. Excuse me, sir. Sir? Please come. Sir, അതെ. സാറെ തന്നെ. ഇങ്ങോട്ടൊന്ന് വന്നടി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കരുതെന്ന് കിടന്ന്. ഇവരെന്നെ സാറേന്ന് വിളിച്ചു. ഈ പാൻറ് ടൈ കിട്ടിയവര് എന്നെ സാറേന്ന് വിളിച്ചു. അല്ല, ഒരു സംശയത്തോട് കൂടി മാഡം. ഞാൻ പറഞ്ഞില്ലേ, സുശീലാന്റിയുടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നീ 3 കഴിഞ്ഞിറങ്ങിയപ്പോൾ നീ മാഡത്തിനെ പോലെ. എന്തൊരു സംശയം. അല്ല, എനിക്ക് തോന്നേ ചിലപ്പോ ഇവരാ ഡോക്ടറിന്റെ വീട്ടിൽ വന്നായിരിക്കും. അതായിരിക്കും. അതെ, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സാറും മാഡം ഒന്നും ഇവിടെ അല്ല. ആ മോളി കാണുന്ന ആ 2ാമത്തെ വീടാ ഡോക്ടറിന്റെ വീട്. നീല കളർ അടിച്ച. ഞാൻ നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ അതായത് മാഡം, നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത്. വളരെ ഗുണം ചെയ്യുന്ന ജീവിതത്തില് ഷെയറിൽ താല്പര്യമുണ്ടോ? ഷെയറിൽ താല്പര്യമുണ്ടോ? ഇറങ്ങണോ?
അത് ശരി, തയ്യൊക്കെ കെട്ടിയപ്പോ ഞങ്ങള് കരുതി മാന്യന്മാരാന്ന്. ഇയാളുണ്ടല്ലോ കാശ് എന്തോരം മുടക്കിയെന്നറിയാം ആശുപത്രി കൊണ്ടുപോയി കള്ളൂടി നിർത്തിയത്. ഇവിടെ മാന്യനായിട്ട് ടൈയും കെട്ടി വന്നിട്ട് ഷെയറിട്ട് വെള്ളം അടിക്കാൻ വേണ്ടിട്ടല്ലേ? പ്ലീസ് മാഡം, ഇത് ആ ഷെയർ അല്ല, ഷെയർ മാർക്കറ്റ്. അതെ, ഒരു ആവശ്യമില്ലാത്ത എന്ത് സാറിന് മനസ്സിലായി? എടുത്ത് ചാടി വന്നു. അവരാദ്യം സാറേന്ന് വിളിച്ച എന്നെയല്ലേ, അപ്പൊ എന്നോടല്ലേ സംസാരിക്കണം, നീ ഉണ്ടായിരുന്നാണ്. അതെ, എനിക്ക് മനസ്സിലാവും, അത്ര ഇംഗ്ലീഷിൽ അത്ര പരിജ്ഞാനമില്ല തോന്നി. ഷെയർ മാർക്കറ്റ് അല്ലേ? അപ്പം ഞങ്ങൾക്ക് രാവിലെ മാർക്കറ്റിൽ വന്ന് പണി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്ക് വരാൻ പറ്റും? 5 മണിക്ക് വരാൻ പറ്റുമോ? അതെന്നെ ചുമട്ടെടുപ്പാണോ അല്ല ഈ തൂക്കി കൊടുക്കലാണോ? എന്നാ പരിപാടി അത്? ആ ഷെയർ മാർക്കറ്റിംഗ് അല്ല ഇത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ഞങ്ങളുടെ കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ഞാൻ പറയാം സാർ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 10 രൂപ ഇന്ന് ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അത് 100 രൂപ തിരിച്ചു കിട്ടും. പക്കിരിക്ക് കുത്ത്. അതൊക്കെ ശരിയാ, പക്ഷെ പോലീസ് പിടിക്കല്ലേ? കിലിക്ക് കുത്ത് എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും അതിലും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വേർഷനാണ്. അത് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കൈയൊക്കെ കെട്ടിനാണല്ലോ കളിക്കുന്നത്, സ്റ്റാൻഡേർഡ് ആയിരിക്കും. എന്തായാലും കിലിക്ക് കുത്ത് തന്നെയല്ലേ? അതെങ്ങനെയാണ് അതിന്റെ പരിപാടി? അതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ സാർ, കുറഞ്ഞത് നമ്മൾ ഒരു 10,000 രൂപ ഞങ്ങളുടെ ഈ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ കഴിയുമ്പോൾ നമുക്ക് 10 ലക്ഷം രൂപ കിട്ടും. 10 ലക്ഷം രൂപ ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് തരുന്നു. 10 ലക്ഷം രൂപ. നേരത്തെ പറയണ്ടേ? അപ്പൊ അതാണ് ഞങ്ങളുടെ കമ്പനി ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ 10,000 രൂപ നിക്ഷേപിച്ചാൽ മതി. ഒരു 1 ഇയർ കഴിയുമ്പോൾ, അതായത് 1 വർഷം കഴിയുമ്പോൾ നമുക്ക് 10 ലക്ഷം രൂപയാണ് കമ്പനി. ഒരു മിനിറ്റ്. അതെ, നമ്മളെ കൊച്ചിന്റെ കല്യാണത്തിന് 25 പവൻ മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതിപ്പോ എന്നെ ചെയ്യുന്ന പൈസ എല്ലാം അതിനെടുത്ത് പോയില്ലേ? നമുക്ക് സമാനമായിട്ട് ചോദിക്കാം. അല്ല, എന്നാ പ്രശ്നം പറയാ, ഞങ്ങൾക്ക് ആകെ ഒരു മോളേ ഉള്ളേ. അപ്പൊ അതിന് അടുത്ത വർഷത്തേക്ക് കല്യാണം ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഉള്ളെല്ലാം കൂടെ നുള്ളിപ്പറക്കി കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ പോയി ഒരു 25 പവൻ മേടിച്ചത്. പറഞ്ഞത് നല്ല ഐഡിയ, പക്ഷെ ഞങ്ങളുടെ പൈസ ഇല്ല, അതാ അവള് പറഞ്ഞത്. അതാ മേഡം, അത് എന്തൊക്കെയായാലും നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് അതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങൾ തിരിച്ചു തരികയാണല്ലോ. ഞങ്ങളുടെ കൊച്ചിന്റെ കല്യാണം ആകുമ്പോഴത്തേക്കും ഉള്ള പൈസ മൊത്തം കൊണ്ട് ഞങ്ങൾ സ്വർണം വാങ്ങിച്ചു വെച്ചേക്കാം. അതാണ് ഇവിടെ വീട്ടിൽ വെച്ചേക്കാം. അതെ, അതെ. ഇനിയും ഉള്ള പൈസ ഇടാമല്ലോ. ഒരു മിനിറ്റ്, അതെ, കുടുംബശ്രീയുടെ ലോൺ കിട്ടിയ പൈസ ഉണ്ട്, അതും കൊടുക്കേ. അത് കിട്ടാ എങ്ങനെയാണ് അതിന്റെ ബാക്കി? അല്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10-30 ലക്ഷം രൂപ. അതായത് ഇത് കൂടാതെ ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ അത് ഞങ്ങളുടെ കമ്പനിയുടെ 25ാമത്തെ വാർഷികമാണ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ 25ാം വാർഷികം പ്രമാണിച്ചൊരു മെഗാ ഇവന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ? ഈ ഇവന്റില് മമ്മൂട്ടി, മോഹൻലാല്, നിവിൻ പോളി, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഇവന്റ്. അപ്പൊ നിങ്ങളെ കൂടെ ഞങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ അവരുമായിട്ട് ഡിന്നർ കഴിക്കുന്നു. എനിക്കൊരു സാരി മേടിച്ചു തരണം. ഷോയുടെ ടിക്കറ്റ് ആണ്. അവിടെ കയറാനുള്ള ടിക്കറ്റ് നീ എന്നെ നോക്കിക്കോടി, നീ പൈസ ഇട്ടോണ്ട് പാടി. ഒരു മിനിറ്റ്, ചായ കുടിച്ചിട്ട് ഒരുപാട് പേര് ചേർന്ന കമ്പനിയാണ്. താങ്ക് യു സാർ. നിങ്ങളെ ഫാനും പോട്ട് ദൈവമായിട്ട് അയച്ചേക്കണേ. ഇടി എടുത്തോണ്ട് പാടിയേ. എടിയേ, നീ ഒന്ന് പെട്ടെന്നൊന്ന് ഒരുങ്ങി വാ. നീ എന്തൊരു നേരെ അടി ഒരുക്കം നോക്കിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലേ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അടുത്തുള്ള സീറ്റ് കിട്ടൂല. അതായി പറഞ്ഞ സാരിയൊക്കെ ഒന്ന് മര്യാദ കൊടുത്തോട്ടെ മനുഷ്യൻ. നിങ്ങൾ അതെ, ഇതൊന്ന് പിടിച്ചേ, ഇതൊന്ന് പിടി. ഇത് പിടിക്കാൻ എപ്പ ഇറങ്ങിയാലും എനിക്ക് ഈ പണിയോ മതി. അത് ശരിയാന്നേ? അത് ശരിയല്ലേ? നന്നായിട്ടില്ലേ? എന്തോരം ഒരുങ്ങിയാലും അവിടെ ചെന്ന് നീ ഒരു 1/2 മണിക്കൂർ നോക്കിയിട്ടല്ലേ കയറുള്ളൂ. ഒരു മിനിറ്റ്. ഒന്നും പറയുന്നത് നീ എന്നെ എന്നോട് ഇവിടുത്തെ ചൂടായിട്ട് തന്നെ ആയിരുന്നു. ഞാൻ എന്നാ പറഞ്ഞിട്ടാ? വെറുതെ ആവശ്യമില്ല. ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ചുമ്മാ തലയ്ക്ക് വരില്ലാതെ. നിങ്ങളൊന്നും പറയണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾക്ക് മര്യാദയ്ക്ക് വഴി അറിയത്തില്ല. എനിക്ക് വഴി അറിയാൻ പാടത്തോണ്ടാണ് അമ്മാര് ടിക്കറ്റ് തന്ന സ്ഥലം നോക്കിയല്ലേ നമ്മൾ പോയത്. എന്നിട്ട് വല്ല അവിടെ വല്ല ആട് കിടന്നത് കൂടെ ഉണ്ടോ? നീ അത് പറഞ്ഞാൽ മതിയല്ലോ. മോഹൻലാലുണ്ട്, മമ്മൂട്ടി ഉണ്ട്, എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ മാത്രമാണോ? ഈ ടൗണിൽ മൊത്തം നമ്മൾ നടന്നില്ലേ? നീ എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലേ? അവിടെ മൊത്തം പോയില്ല. അവിടെ എവിടെയെങ്കിലും ഒരു ഇതോ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ വീടത്തറേ, നീ ഒന്ന് അലക്കാതിരിക്കാവോ?
നീ വാതിലടച്ചില്ലായിരുന്നോ? വാതിലടച്ചല്ലോ. പിന്നെ അയ്യോ ഇതാരും തുറന്നിട്ടെ. അയ്യോ ഇതൊന്നും തുറക്കാനും പറ്റത്തില്ല, നേരം കേട്ടോ നേരത്ത്. അയ്യോ ഇതാരും തുറന്നിട്ടിരിക്കുന്നേ. അയ്യോ നിങ്ങളായിരിക്കും അടയ്ക്കാത്ത. ഞാനാണ് അടയ്ക്കാത്ത, നീ അല്ലടി വാതിലടക്കാത്ത. അയ്യോ ഇതാരൊക്കെ കഥ തുറന്നിട്ടെ? നീ പൂട്ടാതെ പോയി കാണും. അയ്യോ ഇല്ല, ഞാൻ പൂട്ടിയതല്ലേ. അയ്യോ ഇതെന്നാ? അയ്യോ എടി പൂച്ച കയറിയതാടി. പൂച്ച കയറിയാണോ ബാഗിന്റെ സിപ്പ് തുറക്കുന്നേ? അത് കറച്ചിട്ടല്ലേ നോക്കുള്ളൂ. മാറിക്കേ. അയ്യോ ഇതിനകത്തും കയറിയിട്ടുണ്ട്. മാറങ്ങോട്ട്. അയ്യോ ഇവിടെയും കയറിയിട്ടുണ്ട്. അയ്യോ മാറിക്കേ. സ്വർണ്ണം വിരിക്കുന്ന ബാഗ് എവിടെ? അയ്യോ അയ്യോ ചേട്ടാ, സ്വർണ്ണം വിരിക്കുന്ന ബാഗ് സ്വർണ്ണം എല്ലാം കൊണ്ടുപോയി. അയ്യോ ഇനിയിപ്പോ കൊച്ചു എടുത്തിട്ട് കൊടുക്കും. എനിക്ക് വയ്യ. അവന്മാര് ഈ പാസ് തന്ന് നമ്മളെ പറഞ്ഞു വിട്ടിട്ട് നമ്മളെ വീട്ടിൽ കയറി ഇങ്ങനെ ആയിരക്കണക്കിന് തട്ടിപ്പുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മതിയാകില്ല നമുക്ക് ഈ തട്ടിപ്പിന്റെ കഥകൾ പറഞ്ഞു തീർക്കാൻ. ഇനി നമ്മൾ കണ്ട ആ തട്ടിപ്പിനിരയായ മഹത് വ്യക്തികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ടെസ്റ്റ് നമ്പർ 1, സിദ്ധൻ ആൻഡ് ടീം. സ്വാമി, സ്വർണ്ണ വിഗ്രഹം വീടിന്റെ ഏത് മൂലക്കാന്നാ പറഞ്ഞേ? പറയാം, പറയുന്ന സമയത്ത് തന്നെ പോയി കുളിച്ചോ. ശരി സ്വാമി. എടി ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങി. ഒരു സൈസ് ചായ 15 ദിവസം കുടിച്ചാൽ മതി, വണ്ണം കുറയും. ഞാൻ ഇന്ന് കുടിച്ചു നോക്കി, നല്ല മാറ്റമുണ്ട്. ഇന്ന് തന്നെ എനിക്ക് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തും കഴിക്കാട്ടോ, ഫുഡൊന്നും കുറയ്ക്കൊന്നും വേണ്ട, നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. അതെ അതെ, ഓടുകയും വേണ്ട, നടക്കുകയും വേണ്ട. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കമ്പനി ഫ്രോസൺ കമ്പനിയിൽ ചേർന്നിട്ട് ഒരു 5000 രൂപ നിങ്ങൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ നിങ്ങൾക്ക് 10 പൈസ ചെലവില്ലാതെ ഒരു ജോലിക്കും പോകാതെ 50,000 രൂപ വീട്ടിൽ കുത്തിനും സമ്പാദിക്കാം. അതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ കമ്പനി വേറൊരു ഓഫർ കൂടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു അമേരിക്കൻ ട്രിപ്പ് വാഗ്ദാനം നൽകുന്നുണ്ട്. അങ്ങനെയാണോ? നോക്കിയാലോ? കണ്ടില്ലേ എന്റെ സാക്ഷര കേരളമേ, എത്ര കണ്ടാലും കൊണ്ടാലും നമ്മൾ മലയാളികൾ പഠിക്കില്ല. എന്തായാലും നാളെ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഐ ആം ഹരിചന്ദ്രൻ ഷൈനിങ് ഔട്ട്. അതല്ലല്ലോ, ബൈ.